ആഗോള അയ്യപ്പ സംഗമത്തിനെക്കുറിച്ച് സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അവർ പിന്തുണ അറിയിച്ചതിൽ സന്തോഷം. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ ക്ഷണിക്കും. ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മറുപടി പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആ വിഷയം ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെങ്കിൽ മന്ത്രി എന്തിനു പോയി സ്റ്റാലിനെ ക്ഷണിച്ചുവെന്ന് കെ മുരളീധരൻ. അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു. രണ്ട് കാര്യങ്ങളുണ്ടാവില്ല. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ രണ്ടുപേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJP-കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ? അവരെന്താവുന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല, ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴുകെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അതേ ഈശ്വരവിശ്വാസിയാണ്. കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പൊ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല, ഗവൺമെന്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോ ഒരു വിശ്വാസം, അമ്പലത്തിന്റെ അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ അയ്യപ്പന്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സർക്കാർ ആണെന്ന് കരുതി വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു.